പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. സ്നേഹ ബഹുമാനപ്പെട്ട തമ്പി ആൻ്റണി തൈക്കൂട്ടത്തിലച്ച, ബഹുമാനപ്പെട്ട ആൻ്റണി ആകാശപറമ്പിലച്ച, സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് ലോകം മുഴുവനും വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥാനമാണ് കത്തോലിക്ക സഭയിൽ ഈ വിശുദ്ധന് ഉള്ളത്. അത്ഭുത പ്രവർത്തകൻ എന്നതിൽ മാത്രമല്ല, ദൈവവചന പ്രഘോഷണത്തിൻ്റെ ജീവിക്കുന്ന ഒരു മധ്യസ്ഥൻ കൂടിയാണ് വിശുദ്ധ അന്തോണിയൂസ്. അഴുകാത്ത നാവേ, അനശ്വര നാവേ, ഇന്നും 720 വർഷങ്ങൾക്ക് ശേഷം പാതുവായിലെ ദേവാലയത്തിൽ അൾത്താരയുടെ വലതുവശത്തായിട്ട് വിശുദ്ധ അന്തോണീസിൻ്റെ അഴുകാത്ത നാവ് കാണുവാൻ കഴിയും. എങ്ങനെ ഇത് അഴുകാത്ത നാവായി, പരിശുദ്ധാത്മാവിൻ്റെ നാവായി എന്ന് ചോദിച്ചാൽ, ഒരു പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ ദിവസം മെത്രാനും വൈദികരും എല്ലാവരും വന്നു ചേർന്നു. എന്നാൽ അന്ന് വചനം പ്രഘോഷിക്കുവാനുള്ള ആ വൈദികൻ എത്തിയില്ല. അങ്ങനെയാണ് ആ ആശ്രമത്തിലെ ജോലി ചെയ്തുകൊണ്ടിരുന്ന, രാവിലെ ദീപബലിയും അത് കഴിഞ്ഞിട്ട് വിറക് കീറലും പിന്നെ ആശ്രമമെല്ലാം അടിച്ചു തൂക്കലും അടുക്കളയിലെ ജോലിയും ചെയ്തിരുന്ന വിശുദ്ധ അന്തോണീസിനോട് ചോദിക്കുന്നത്, ഇന്ന് വചനം പ്രഘോഷിക്കുവാനുള്ള വൈദികൻ എത്തിയിട്ടില്ല, നീ ഒന്ന് സഹായിക്കുമോ? അന്തോണീസ് അത് ഏറ്റെടുത്തു. അൾത്താരയിലേക്ക് കയറി ദൈവവചനം പ്രഘോഷിച്ചു. എഴുതി വച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവ് അന്തോണീസിൻ്റെ നാവിലൂടെ പ്രസംഗിച്ചു എന്നാണ്. ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന വലിയ ഒരു അനുഗ്രഹമാണ് നാവ്. അത് നന്നായിട്ട് ഉപയോഗിച്ചാൽ ഉപയോഗിക്കുന്ന വ്യക്തിക്കും കേൾക്കുന്നവർക്കും നന്മ വരും. മോശമായിട്ട് ഉപയോഗിച്ചാൽ അത് ഉപയോഗിക്കുന്ന വ്യക്തിക്കും കേൾക്കുന്ന വ്യക്തിക്കും തിന്മ വരും. അപ്പം നമ്മളാണ് നമ്മുടെ നാവിനെ നിയന്ത്രിക്കേണ്ടത്. കാരണം ദൈവം മനുഷ്യന്
നൽകിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അവയവമാണത്. നമ്മുടെ നാവിൽ കുരിശു വരച്ചുകൊണ്ടാണ് നമ്മൾ ആദ്യാക്ഷരം കുറിക്കുന്നത്. തീർച്ചയായും ആ കുരിശുകൾ പതിച്ച നാവ് പരിശുദ്ധാത്മാവിൻ്റെ നാവായി തന്നെ നിലകൊള്ളണം. ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, 1975 ജൂൺ മാസം 12-ാം തീയതി എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ്. ഞങ്ങളെ 75 ജൂൺ മാസം 29-ാം തീയതി വത്തിക്കാനിൽ വെച്ച് പോൾ 6 മാർപ്പാപ്പ വൈദികരാക്കുന്നതിന് മുമ്പ് ആ 365 പേരുണ്ടായിരുന്ന ഡീക്കൻ സമൂഹത്തെ 30 പേരായിട്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചു. ആദ്യത്തെ ബാച്ചിൽ ഞാനും പെട്ടു. ഞങ്ങളെ ധ്യാനിപ്പിച്ചത് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ മരിയാനോ OFM ഒരു കപ്പുച്ചിൻ വൈദികനായിരുന്നു. അദ്ദേഹത്തിന് 2-ാം ലോകമഹായുദ്ധത്തിൽ 2 കാലുകളും നഷ്ടപ്പെട്ടൊരച്ഛൻ. അച്ഛൻ ഞങ്ങളെ ധ്യാനിപ്പിച്ച ശേഷം 12-ാം തീയതി ധ്യാനം രാവിലെ കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരെയും ആ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി വിശുദ്ധ അന്തോണീസിൻ്റെ അഴുകാത്ത നാവിനെ സൂക്ഷിച്ചിരിക്കുന്ന ആ കൂടാരത്തിൽ ഞങ്ങൾ നിർത്തി. അവരുടെ പ്രിൻസിപ്പലച്ഛനോട് ചോദിച്ചു, ഈ 30 പേർക്കും വിശുദ്ധൻ്റെ അഴുകാത്ത നാവ് ഒന്ന് കയ്യിൽ കൊടുക്കുമോ? അദ്ദേഹം അനുവദിച്ചു. ഞങ്ങൾക്ക് 30 പേർക്കും ആ നാവ് കൈകളിൽ തന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട്, ദൈവത്തിൻ്റെ വലിയ ഒരു ഇടപെടലായിട്ട് ഇന്നും ഞാൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദിവസമാണത്. ഇന്ന് ബഹുമാനപ്പെട്ട തമ്പി അച്ഛൻ്റെയും ആൻ്റണി അച്ഛൻ്റെയും തിരുനാൾ ആഘോഷിക്കുകയാണ്. തമ്പി അച്ഛനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, ആൻ്റണി അച്ഛനെക്കുറിച്ചും പറയുന്നില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഇവർ 2 പേരും. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഓരോ വ്യക്തിയും വിശുദ്ധ അന്തോണീസിൻ്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയുന്നവരായിരിക്കും. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നന്ദിയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഈ ദിവ്യബലിയിൽ പങ്കുചേരാം. ആൻ്റണി എന്ന് നാമധാരികളായ നിങ്ങളെ എല്ലാവരെയും പ്രത്യേകമായി വിശുദ്ധ അന്തോണീസ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും കൈകളെല്ലാം നെഞ്ചിൽ വെച്ച് കണ്ണുകളെ അടച്ച് ഒരു നിമിഷം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തമ്പിയച്ഛന് വേണ്ടിയും ആൻ്റണി ആശാരിപ്പറമ്പിലെ അച്ഛന് വേണ്ടിയും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. പശ്ചാത്താപത്തോടെ നമുക്ക് ഈ ബലി അർപ്പിക്കാം. പാടി എല്ലാവരും നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ.
നേരായൊരു നൽ മാനസവും തീർത്തരുൾകന്നിൽ ദേവാ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യമായ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയേണമേ. പാടി എല്ലാവരും. കർത്താവേ കനിയേണമേ. ക്രിസ്തുവേ കനിയേണമേ. കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. എല്ലാവരും പാടി. എല്ലാവരും. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. എല്ലാവരും. സർവൈക ശക്തനാം ദൈവമേ, താതനമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീ യേശു ക്രിസ്തുവേ. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. എല്ലാവരും. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു തനേകനം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം.
സർവശക്തനും നിത്യനുമായ ദൈവമേ, പാതുവായിലെ വിശുദ്ധ അന്തോണിയെ സമുന്നത സുവിശേഷ പ്രഘോഷകനും അത്യാവശ്യ സന്ദർഭങ്ങളിൽ മധ്യസ്ഥനുമായി അങ്ങേ ജനത്തിന് അങ്ങ് നൽകിയല്ലോ. അദ്ദേഹത്തിൻ്റെ സഹായത്താൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രബോധനങ്ങൾ പിഞ്ചെന്ന് എല്ലാ പ്രതിസന്ധികളിലും അങ്ങയെ സഹായകനായി ഞങ്ങൾ അനുഭവിക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ഒന്നാം വായന യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർക്കുന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കുവാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. കർത്താവേ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. കർത്താവേ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. എൻ്റെ അധരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കും. എന്തെന്നാൽ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ്. കർത്താവേ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. അവിടുന്ന് അരുൾ ചെയ്തു, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായി ഞാൻ ഒരു ഉടമ്പടി ഉണ്ടാക്കി. എൻ്റെ ദാസനായ ദാവീദിനോട് ഞാൻ ശപഥം ചെയ്തു, നിന്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും. നിന്റെ സിംഹാസനം തലമുറകളോളം ഞാൻ നിലനിർത്തും. കർത്താവേ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി. വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു. എൻ്റെ കൈ എന്നും അവനോടൊത്തുണ്ടായിരിക്കും. എൻ്റെ ഭുജം അവന് ശക്തി നൽകും. കർത്താവേ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. എൻ്റെ വിശ്വസ്തതയും കാരുണ്യവും അവനോടുകൂടെ ഉണ്ടായിരിക്കും. എൻ്റെ നാമത്തിൽ അവൻ ശിരസുയർത്തി നിൽക്കും. അവൻ എന്നോട് എൻ്റെ പിതാവും എൻ്റെ ദൈവവും എൻ്റെ രക്ഷാശിലയും അവിടുന്നാണ് എന്ന് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കും. കർത്താവേ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദരിദ്രരെ സുവിശേഷം അറിയിക്കാനും ബന്ധിതർക്ക് മോചനം പ്രഖ്യാപിക്കാനും കർത്താവിനെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയാ. കർത്താവ് നിങ്ങളോട് കൂടെ.
വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. പത്താം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകുവാനിരിക്കുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻ പുറങ്ങളിലേക്കും 2 പേരായി അവരെ തനിക്ക് മുൻപേ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, കൊയ്ത്തുകാർ വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ആ വീടിനെ സമാധാനം ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിൻ്റെ പുത്രന്മാർ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവരിൽ കുടികൊള്ളും. ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോരും. അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ. വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനത്രേ. നിങ്ങൾ വീട് തോറും ചുറ്റി നടക്കരുത്. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. സ്നേഹബഹുമാനപ്പെട്ട കാനപ്പള്ളി അച്ഛ, പ്രിയ ആൻ്റണി ആശാരിപ്പറമ്പിലച്ച, സഹോദരീ സഹോദരങ്ങളെ, ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. കഴുന്നുപുര ചാപ്പലിൽ കുർബാന അർപ്പിക്കാനായിട്ട് വന്നിപ്പോൾ ഇവിടെ മുഴുവൻ ബഹളമുണ്ടാക്കി ഓടി നടക്കുന്ന ഒരു ചെറുക്കനുണ്ട്. തിരിപ്പോന്നൊരു പീക്കറി. അവൻ ഇത്രയേ ഉള്ളെങ്കിൽ എൻ്റെ വായിലെ വർത്തമാനം വളരെ വലുതായിരിക്കുള്ളൂ. എന്താണ് പറയണേ, എന്താണ് ചോദിക്കണമെന്നൊരു പിടുത്തം ഉണ്ടാവുകയില്ല. ചിലപ്പോഴൊക്കെ പ്രദക്ഷിണത്തിന് പോകുമ്പോൾ അവൻ അപ്പുറത്തിരുന്നിട്ട് അച്ഛാ, തമ്പി അച്ഛാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. ഞാൻ ആദ്യം മൈൻഡ് ചെയ്യില്ല. എന്നാലും മൈൻഡ് ചെയ്യുന്നവരെ അവൻ വിളിച്ചുകൊണ്ടിരിക്കുക. മൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ തീർന്നു. ഞാൻ കുർബാനയ്ക്ക് കയറാൻ വേണ്ടി സങ്കീർത്തന മുറി നിൽക്കുകയാണ്. അവൻ ഓടി വന്നിട്ട് പറയാണ്, തമ്പിച്ച ഇവിടെ എന്താ പരിപാടി? അവൻ്റെ ഇപ്പോഴുള്ള വാക്കാണ് പരിപാടി. ഇവിടെ എന്താ പരിപാടി? എനിക്കൊരു പരിപാടിയുണ്ട് ഇവിടെ. അവൻ പോയി. കുറച്ച് കഴിഞ്ഞ് ഒപ്പത്തിന് ഓടി വന്നിട്ട് പറയാൻ, അവിടെ എന്താ പരിപാടി? അതായത് ഞാൻ അപ്പുറത്ത് കാണിച്ചു, ആൾത്താര കാണിച്ചു, എനിക്ക് അവിടെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ എന്താ പരിപാടി? എടാ, അവിടെ കുർബാന എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അവൻ പോയി. വേറൊരു ദിവസം ഞാൻ അവന് അന്തോണിസ് ഉണ്ണിയാളുടെ പടം കാണിച്ചു. അവന് കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഇതാരാന്ന് എനിക്കറിയാമോ? എനിക്കറിയാൻ പാടില്ല. ഇതാണ് വിശുദ്ധ അന്തോണീസ്. അപ്പോൾ അവൻ ചോദിക്കും, ഇയാൾക്ക് എന്താ പരിപാടി? ഈ പരിപാടി എന്നുള്ള വാക്കാണ് അവന് ഏറ്റവും ഇഷ്ടമുള്ളത്. ഇയാൾക്ക് എന്താ പരിപാടി? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, വിശുദ്ധ അന്തോണീസിന് എന്താ പരിപാടി? വിശുദ്ധ അന്തോണീസിനോട് ആ ചെറുക്കൻ ചോദിക്കുകയാണ്, ഇയാൾക്ക് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം പറയുക? ഇയാൾക്ക് എന്താണ് പരിപാടി? എനിക്ക് കിടക്കപ്രതിയില്ലാത്ത 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, എൻ്റെ അമ്മ, ഇവിടെ ഇരിക്കുന്ന ഒരമ്മ ചെവിതല്ല തരാത്തൊരു സാധനമുണ്ട്. നീ പറഞ്ഞിട്ട് ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും ഉണ്ണിയപ്പം കൊടുക്കുന്നുണ്ട്. ആ ഉണ്ണിയപ്പത്തിന് അത്ര കാശൊന്നും ആവില്ലല്ലോ. ഏതാണ്ട് വലിയ കാശാവുന്ന രീതിയിലാണ് ചൊവ്വാഴ്ച അന്തോണിസ് ഉണ്ണിയാളുടെ നൊവേനയും കഴിഞ്ഞിട്ട് ഉണ്ണിയപ്പം കൊടുക്കുന്നുണ്ട്, ഉണ്ണിയപ്പം കൊടുക്കും. 2ാമത്തെ പരിപാടി തിരിയില്ല, അവിടെ തിരിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ടല്ലോ, എന്താണ് നേർച്ചപ്പെട്ടി കാണാൻ പാടില്ല. ഒരു പുണ്യവാളൻ്റെ പുണ്യവതിയുടെയും മുമ്പിൽ നേർച്ചപ്പെട്ടിയുണ്ടോ അവിടെ എന്തെങ്കിലും ഇട്ടിട്ടേ പോവുള്ളൂ. അവിടെ കയ്യിലില്ലായെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുപോയി അവിടെ എല്ലായിടത്തും ഇടും. അതുകൊണ്ട് നേർച്ചപ്പെട്ടികളൊക്കെ പള്ളി കുറക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അമ്മ വരുമ്പോഴെങ്കിലും മാറ്റി വെക്കണം. അല്ലെങ്കിൽ എൻ്റെ കയ്യിലൊക്കെ ആച്ച് തന്നെ ഇവിടെ നിന്ന് എടുത്തു കൊടുക്കും.
എന്താണ് ഈ പുണ്യവാളൻ്റെ പരിപാടി? ഈ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഹെബ്രായർക്കാരുടെ ലേഖനം 13-ാം അധ്യായം 7-ാം വാക്യം, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളുടെ നേതാക്കന്മാരെ ഓർക്കുവിൻ, അവരുടെ ജീവിതത്തിൻ്റെ ഫലം നോക്കി അവരുടെ വിശ്വാസത്തെ അനുകരിക്കുവിൻ. അവരുടെ ജീവിതത്തിൻ്റെ ഫലം നോക്കി അവരുടെ വിശ്വാസത്തെ അനുകരിക്കുവിൻ. ഏതെങ്കിലും തരത്തിലുള്ള സർക്കസ് കൂടാരത്തിൽ പോയി തീ കൊണ്ടുള്ള കളി കളിക്കുക അല്ലെങ്കിൽ ചാടുക പിടിക്കുക ചെയ്യുമ്പോൾ അവിടെ ഒരു വാചകം പറയും, നിങ്ങൾ ആരും അനുകരിക്കരുത്. വിശുദ്ധ ബൈബിൾ പറയുകയാണ്, നിങ്ങളെല്ലാവരും അനുകരിക്കണം, നിങ്ങളെല്ലാവരും അനുകരിക്കണം. ഈ ലോകത്തിലുള്ള പരിപാടി ഒന്നാൽ നമ്മൾ ചത്തുപോകും മരിച്ചു പോകുമെന്ന് പിടിച്ചിട്ട് നിങ്ങൾ ആരും അനുകരിക്കരുതെന്ന് പറയുമ്പോൾ, ചത്തുപോയാലും മരിച്ചുപോയാലും നിങ്ങളെ കൊന്നാലും കൊന്നു തള്ളിയാലും നിങ്ങൾ അനുകരിക്കണമെന്നുള്ളതാണ്. അതാണ് പുണ്യാളൻ്റെ പരിപാടി. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളുടെ നേതാക്കന്മാരെ ഓർക്കുവിൻ, അവരുടെ ജീവിതത്തിൻ്റെ ഫലം നോക്കി അവരുടെ വിശ്വാസത്തെ അനുകരിക്കുവിൻ. ഒരുവൻ്റെ ജീവിതത്തിൻ്റെ ഫലം നോക്കിയിട്ടാണ് അവൻ്റെ വിശ്വാസം അനുകരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ആ പുണ്യവാളൻ ചെയ്തതാണ് എന്താണ്, ഈ പുണ്യവതി ചെയ്തത് എന്താണ് എന്ന് നോക്കി അനുകരിക്കണം. മരിക്കാൻ വേണ്ടി അനുകരിക്കുക. സ്വർഗലോകത്തിലേക്കുള്ള യാത്രയിൽ കൊന്നോട്ടെ, എൻ്റെ വിശ്വാസം ഞാൻ പ്രഖ്യാപിക്കും. കാരണം ഞങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച ഞങ്ങളുടെ നേതാക്കന്മാരുടെ ജീവിതത്തിൻ്റെ ഫലം നോക്കിയാണ് ഞങ്ങൾ അവരുടെ വിശ്വാസത്തെ അനുകരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഴമായ സംഗതി. വിശുദ്ധ അന്തോനീസ് ഒരു നല്ല പൊസിഷനിൽ എത്തിച്ചേരാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടില്ലേ? ഒരു സോഷ്യൽ സ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് ശക്തമായും പ്രവർത്തിച്ചിട്ടില്ല. ആത്മീയമായൊരു വളർച്ചയ്ക്ക് വേണ്ടി മാത്രമേ വിശുദ്ധ അന്തോനീസ് പ്രവർത്തിച്ചിട്ടുള്ളൂ. ഞാൻ നിർത്തുമ്പോൾ ഈ 3 കാര്യങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് വിശുദ്ധ അന്തോനീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത? 1, ധൈര്യം, ഡിസിപ്ലിൻ ഓഫ് കറേജ്. എന്ത് സംഗതികൾ മുമ്പിൽ വന്നാലും അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നീ പോയ ഫറവോൻ ചക്രവർത്തിയോട്, നീ പോയ നീറോയോട് പറഞ്ഞോള്, നീ പോയി ആ കുറുക്കനോട് പറഞ്ഞോളോ ഞാനിവിടെ തന്നെ ഉണ്ടാകുമെന്ന് നമ്മോട് പറഞ്ഞ തമ്പുരാൻ്റെ ധൈര്യം, ഞാനിവിടെ തന്നെ ഉണ്ടാകും. നീ പോയി ആ കുറുക്കനോട് നീറോയോട് പറഞ്ഞോളോ ഞാനിവിടെ തന്നെ ഉണ്ടാകുമെന്ന്. ആ ഒരു ധൈര്യം ഉണ്ടല്ലോ. അതുമല്ല എങ്കിൽ, അല്ലയോ നെബൂഖദ്നേസർ രാജാവേ, നീ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു തീക്കൊണ്ടുണ്ട്, നീ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു പ്രതിമയുണ്ട്, ഞങ്ങൾ നിൻ്റെ പ്രതിമയെ ആരാധിക്കില്ല, ഞങ്ങൾ നിൻ്റെ പ്രതിമയെ ആരാധിക്കുകയല്ല. നീ ഞങ്ങളെ തീക്കുണ്ടത്തിലേക്ക് ഇട്ടാലും ഞങ്ങളുടെ ദൈവം ഈ തീക്കുണ്ടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. 1, അവിടെ നമ്മളെ രക്ഷിച്ചില്ല എങ്കിൽ കൂടെ നിൻ്റെ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുകയില്ല എന്ന് പറഞ്ഞ 3 ചെറുപ്പക്കാരാണ് ഷദ്രാക്ക്, മെഷാക്ക്, അബേദ്നെഗോ. ഇതാണ് വിശ്വാസം, ഡിസിപ്ലിൻ ഓഫ് കറേജ്. നമ്മുടെ ഒരു പ്രശ്നം വന്ന് പോകുമ്പോൾ താന്നു പോകലല്ല, ഒരു പ്രയാസം വന്ന് പോകുമ്പോൾ താന്നു പോകലല്ല, അടിപ്പെട്ടു പോകലല്ല, ആത്മഹത്യ ചെയ്യലല്ല, ഒളിച്ചോട്ടല്ല, അതിനെ കൺഫ്രണ്ട് ചെയ്യാൻ കർത്താവ് കൂടെ ഉണ്ടാവട്ടെ. എന്താ കർത്താവിൻ്റെ പരിപാടി? എന്താ ഇയാളുടെ പരിപാടി? ഇങ്ങനെ വീണു പോകുന്നവരെ പൊക്കിയെടുക്കുക, കരയുന്നവരെ ആശ്വസിപ്പിക്കുക, പിശാചുക്കളെ ബഹിഷ്കരിക്കുക. ഇതാണ് ഇന്ന് നമ്മൾ വായിച്ചത്. 72 പേരെ തിരഞ്ഞെടുത്തിട്ട് പറഞ്ഞു വിട്ട ഇതിനു വേണ്ടി തന്നെയാണ്. ഒന്നാമതായി ധൈര്യം ഉണ്ടാവണം. ജീവിതത്തിൽ കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും വേദനയൊക്കെ ഉണ്ടാവും. രണ്ടാമതായി അനുകമ്പയുണ്ടാവണം മറ്റുള്ളവരോട്. എപ്പോഴും അന്തോനീസ് പുണ്യവാളൻ അനുകമ്പയാണ്. ഏത് അത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ പിറകിൽ അവരോടുള്ള അനുകമ്പ കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അന്തോനീസെ നീ വലിയ അത്ഭുതമൊന്നും പ്രവർത്തിക്കരുത്, പ്രവർത്തിക്കുകയാണെങ്കിൽ പ്രിയോറായ എന്നോട് ചോദിച്ചിട്ട് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പാടുള്ളൂ. ആയിക്കോട്ടെ. പെയിൻ്റ് അടിക്കുന്ന പെരുന്നാളിന് പെയിൻ്റ് അടിക്കാരൻ അവിടെ നിന്ന് താഴെ വീണു. നിൽക്ക് അവിടെ നിന്നോളോ, ഞാൻ പോയിട്ട് പ്രിയറിനോട് ചോദിച്ചോട്ട് വരട്ടെ, താഴെ ഇറക്കണോ, എന്താ ചെയ്യണ്ടേ എന്നുള്ളത്. അനുകമ്പയാ. മനുഷ്യരോട് അനുകമ്പ നഷ്ടപ്പെടുമ്പോൾ സ്വാർത്ഥമതികളായി നമ്മൾ മാറും. നമ്മുടെ കാര്യം മാത്രം നോക്കിക്കൊണ്ടിരിക്കുക. മൂന്നാമത്, നമ്മൾ തറയിൽ നിൽക്കുന്നവരാവണം.
ആരെങ്കിലും കൈയടിച്ച് ഉയർത്തിക്കഴിയുമ്പോൾ വലിയ ഉത്ഥാനങ്ങളിലേക്ക് പോയി അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളൊക്കെ എൻ്റെ ശിഷ്യൻ, നിങ്ങളൊക്കെ എൻ്റെ താഴെയുള്ള ആൾക്കാരാണ് എന്ന് പറയല്ല. നമ്മളെല്ലാവരും ആരും ആരെയേക്കാൾ വലുതല്ല, ആരും ആരെയേക്കാൾ ചെറുതല്ല. ഈ ഒരു ബോധ്യത്തോടുകൂടെ തറയിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനും എല്ലാവരോടും അനുകമ്പയുണ്ടാകാനും നമ്മുടെ പ്രയാസങ്ങളിൽ നമുക്ക് ധൈര്യം ഉണ്ടാകാനും ഈ വിശുദ്ധ അന്തോനീസ് നമ്മെ സഹായിക്കട്ടെ. എന്തു പറഞ്ഞാലും കൂടെ നിൽക്കുന്നയാൾ എന്ന രീതിയിലാണ് ഞാൻ പുണ്യവാളനോട് പറയുകയായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നൂട്ടുപെരുന്നാളിന് കാശൊന്നും ഇല്ല കേട്ടോ തമ്പുരാനെ, പുണ്യവാള പൈസയൊന്നും ഇല്ല ഇവിടെ. ഇന്നലെ രാത്രി ഞാനൊന്ന് കിടക്കാൻ തുടങ്ങിയപ്പോൾ ആരോ വന്നവിടെ നിന്ന് മുട്ടിയപ്പോൾ കിടക്കാൻ തുടങ്ങി. ഞാൻ നേരത്തെ കിടക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അപ്പോൾ എണീറ്റ് വന്നു. ഇന്നിവിടെ ഈ ഇടവകയിലൊരു മരിപ്പുണ്ട്, ചിലപ്പോൾ അവരായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അവരല്ല, ഇവിടെയുള്ള ഒരു സഹോദരനാണ് ഇവിടെ ഈ പള്ളി ഇരിക്കുന്നുണ്ട്. ആ സഹോദരൻ എന്നെ എണീപ്പിച്ചിട്ട് എൻ്റെ കയ്യിലോട്ട് 10,000 രൂപ വെച്ചിട്ട് പറയുകയാണ്, ഇത് ഊട്ടുപെരുന്നാളിൻ്റെ സംഭാവനയാണ്. നമ്മുടെ കാര്യങ്ങൾക്ക് എല്ലാത്തിനും 5,000 രൂപ, 10,000 അല്ലെന്ന് എനിക്ക് തോന്നുന്നു, 5,000. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും പുണ്യവാളൻ കൂടെ ഉണ്ടാവും. ഒരുപാട് ഇങ്ങനെ കൂടെ കുറേ കുന്നാരം പൊട്ടി കൂട്ടി തരില്ലേ, ആവശ്യത്തിന് തരും. നമ്മളെക്കാൾ കൂടുതൽ അറിയാവുന്ന അങ്ങേർക്കല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും സ്നേഹത്തോടുകൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പുണ്യവാളനെ ചേർത്ത് നിർത്തപ്പെടുന്നത് ഉണ്ണീശോയോടുകൂടെയാണ്. ഉണ്ണിയേശുവോടുകൂടെ ചേർത്ത് നിർത്തപ്പെടുമ്പോൾ നമുക്ക് നിഷ്കളങ്കതയുടെ അനുകമ്പയുള്ളവരായി മാറാൻ സാധിക്കും. ഇന്നിവിടെ ദുബായിൽ നിന്ന് വന്നിട്ടുള്ള ഗിരീഷിനെ പോലുള്ളവരും ഗിരീഷിൻ്റെ സഹകാരികളൊക്കെ എല്ലാം അവരിവിടെ ഈ ദിവസത്തേക്ക് വേണ്ടി മാത്രം വന്നിരിക്കുക. അവരുടെ പ്രാർത്ഥനകളിൽ റജിയെ പോലുള്ള ആളുകൾ എല്ലാവരും ഇവിടെയുള്ള ലൈവിൻ്റെ പ്രോഗ്രാം മുഴുവൻ അന്തോനീസിനോടുള്ള പ്രത്യേകമായ താല്പര്യം കൊണ്ട് ഈ തിരുനാളിനോടനുബന്ധമായി കടന്നു വന്നിരിക്കുന്നവരാണ്. ഇവിടെയുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്താ പുണ്യവാളൻ്റെ പരിപാടി? ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് പുണ്യവാളൻ്റെ പരിപാടി. ആ പരിപാടി നമ്മുടെ ജീവിതത്തിലും ചെയ്യുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. എല്ലാവരും എഴുന്നേൽക്കുക. നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളും വിശുദ്ധ അന്തോണീസിൻ്റെ കരങ്ങളിലൂടെ ഈ അൾത്താരയിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ശാരീരികവും മാനസികവും ആത്മീകവുമായ എല്ലാ ബന്ധനങ്ങളും, പ്രത്യേകമായി പൈശാചികമായ ശക്തികളുടെ എല്ലാ ബന്ധനങ്ങളും, നിങ്ങളുടെ കുടുംബങ്ങളെയും കുടുംബത്തിലെ എല്ലാ ആവശ്യങ്ങളെയും, ഇവിടെ ആയിരിക്കുന്നവരെയും ആശുപത്രിയിലായിരിക്കുന്നവരെയും രോഗികളായ എല്ലാവരെയും സമർപ്പിക്കാം. വളരെ പ്രത്യേകമായി മറ്റ് രാജ്യങ്ങളിൽ ജോലിക്ക് പോയിരിക്കുന്നവരെയും പഠിക്കാൻ പോയിരിക്കുന്നവരെയും സമർപ്പിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും ഈ അപ്പത്തോടും വീഞ്ഞിനോടും കൂടെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ബലിയർപ്പണത്തിൽ പങ്കുചേരാം. നമുക്കൊരുമിച്ച് കാഴ്ചവയ്പ്പിൻ്റെ ഗാനം ആലപിക്കാം.
സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിന് സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും തിരുസഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് പിന്നെ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരുടെയും രണ്ട് കൈകളും നെഞ്ചിൽ വെച്ച് കണ്ണുകളെ അടച്ച് പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ നമ്മളെയും പൂർണ്ണമായി ഈ അൾത്താരയിൽ അപ്പത്തോടും വീഞ്ഞിനോടും കൂടെ സമർപ്പിക്കാം. ഒരു നിമിഷം തമ്പി അച്ഛന് വേണ്ടിയും ആൻ്റണി ആശാരിപ്പറമ്പിൽ അച്ഛന് വേണ്ടിയും പാപിയായ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. നിറപുഷ്പ താലങ്ങൾ ഒരുക്കി വച്ചു, നിറപുഷ്പമാല്യങ്ങൾ കൊരുത്തു വച്ചു, നിറമിഴി നിറയെ പ്രതീക്ഷകളുമായി നിറദീപം കൊളുത്തി ഞാൻ കാത്തിരിക്കുന്നു. കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. നീ വരുന്ന പൊന്നിമിഷം, നീ തരുന്ന നൽവരവും നീറുമെൻ്റെ മനസ്സിനു ശാന്തി നൽകിടും. നീട്ടുമെൻ കരങ്ങളിൽ നിൻ കരുണാ പുഷ്പങ്ങൾ നിറയ്ക്കേണമേ, എന്നും നിറയ്ക്കേണമേ. നിറപുഷ്പ താലങ്ങൾ ഒരുക്കി വച്ചു, നിറപുഷ്പ മാല്യങ്ങൾ കൊരുത്തു വച്ചു, നിറമിഴി നിറയെ പ്രതീക്ഷകളുമായി നിറദീപം കൊളുത്തി ഞാൻ കാത്തിരിക്കുന്നു. കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. സർവേശ്വരാ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുക. ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പാപാന്ധകാരത്തിൽ പാരമുഴന്നെന്നും താപാർത്ഥരായിടും മാനവരെ സ്വർഗീയ പാതയിലൂടെ നയിക്കുവാൻ
ആഗതനാകുന്നു ദൈവപുത്രൻ. മാമരി അമ്മതൻ സ്നേഹത്തിടമ്പിനെ ഞങ്ങൾക്കു നൽകിയ സ്വർഗതാതാം. ആകയാൽ ആമോദവായ്പിലമരുമാം സ്വർഗീയ ഗായകർ മാലാഖമാർ ദിവ്യപ്രതാപവാനങ്ങയ്ക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. ഞങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ നിറഞ്ഞു മഹിയും വിണ്ടലവും. രൂപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും എല്ലാവരും. ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. ഹോസാന 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 അത്യുന്നതങ്ങളിൽ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യൻ. എല്ലാവരും ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. ഹോസാന എല്ലാവരും മുട്ടുകുത്തുക. കൈകളെല്ലാം കൂപ്പിപ്പിടിച്ച് കണ്ണുകൾ തുറന്ന് നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം കാണുവാൻ കഴിയുന്നത് ഈ അൾത്താരയിലാണ്. പാവപ്പെട്ട പാപികളായ വൈദികരായ ഞങ്ങൾ ഈ അൾത്താരയിൽ ഈ അപ്പം കയ്യിലെടുത്തുകൊണ്ട് വീഞ്ഞ് കയ്യിലെടുത്തുകൊണ്ട് ഇതെൻ്റെ ശരീരമാണ് രക്തമാണെന്ന് പറയുമ്പോൾ ജീവിക്കുന്ന ദൈവമായ ഈശോ ഞങ്ങളെ അനുസരിക്കുന്നു. ഞങ്ങളെ അനുസരിക്കുമ്പോൾ അപ്പവും വീഞ്ഞും യേശുവിൻ്റെ മാംസവും രക്തവുമായി മാറുന്നു. ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച്
തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. എല്ലാവരുടെ കൈകളും കൂപ്പിപ്പിടിച്ച് കണ്ണുകളെ അടച്ച് അൾത്താരയിലിപ്പോൾ കൗദാശികമായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഈശോയുടെ ഹൃദയത്തിൽ പറയാം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാകിയത് നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേയ്ക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചിടക്കുന്ന തിരുസഭയെ അങ്ങ് ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷന്മാരോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിന് അങ്ങയുടെ പക്കലേക്ക് വിളിച്ച അങ്ങയുടെ എല്ലാ ദാസന്മാരെയും ദാസിമാരെയും ഓർക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരന്മാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേ പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതനായ വിസ അന്തോനീസിനോടും ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ വിസ ഗീവർഗീസിനോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധന്മാരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും
എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കൊരുമിച്ച് ഏറ്റുപാടാം. എല്ലാവരും ഒരുമിച്ച് ഉറക്കെ പാടണം, കൈകളെല്ലാം ഉയർത്തി. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെപ്പോൾ, നിന്നുള്ളം പാരിലുമായിടേണം. എന്നു വേണ്ടുന്നൊരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ, ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ, തിന്മയിൽ നിന്നു നീ. കർത്താവേ, എല്ലാ തിന്മകൾ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പസ്തോലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്ക് ദൈവത്തിൻ കുഞ്ഞാടിതാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ ദിവ്യ കുഞ്ഞാടിൻ്റെ
വിരുന്നിനായി. ക്ഷണിതാക്കളായവർ അനുഗ്രഹീത. യോഗ്യത എനിക്കില്ല, അവിടന്നരുൾ ചെയ്ത അതുമാത്രം മതി എൻ്റെ. മുമ്പിലുള്ളവരെ രണ്ട് നിരയായി മുന്നോട്ട് വരിക. പുറകിലുള്ളവർക്ക് ഞങ്ങൾ രണ്ടച്ഛന്മാരും പുറകിലേക്ക് വരുന്നതാണ്.
ജൂൺ 13 എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് അന്തോണിസ് പുണ്യവാളനോടുള്ള സ്നേഹം കൂടുതലായിട്ടുണ്ടാവുന്നത് പ്രത്യേകമായ ദിവസമാണ്. അതുകൊണ്ട് ഊട്ടുതിന്നാൾ ഭക്ഷണത്തിൻ്റെ ആളാണ് അന്തോണിസ്. കൊടുക്കാനായിട്ട് അടുക്കളയിൽ നിന്ന് ആൾത്താരയിലേക്ക് പ്രവേശിക്കപ്പെട്ട ഒരാളാണല്ലോ. പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോൾ പ്രസംഗിക്കാൻ വിളിക്കപ്പെട്ടയാൾ. അപ്പം അതുകൊണ്ട് തന്നെ ഭക്ഷണം കൊടുക്കുക, കഞ്ഞി കൊടുക്കുക അങ്ങേരുടെ ഏറ്റവും വലിയ പ്രത്യേകത കൂടെയാണ്. അതിനുവേണ്ടി സഹായിച്ച എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് പ്രത്യേകമായി ദൈവബലി അർപ്പിക്കാനായിട്ട് നമുക്ക് വലിയ 2 പേരാണ് ലഭിച്ചത്. ആൻ്റണി കാനപ്പള്ളി അച്ഛനും ആൻ്റണി ആശാരിപ്പറമ്പിലച്ഛനും. നേരത്തെ തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്യുന്ന പരിപാടികളൊന്നുമല്ല. ഇന്നലെയാണെങ്കിൽ തന്നെ പടിഞ്ഞാറ് എനിക്കൊരു പ്രസംഗം ഉണ്ടായിരുന്നു. അന്തോണിസ് പുണ്യാളൻ്റെ തിരുനാൾ കൊടിയേറ്റം. രാവിലെ മുതൽ 8:30 മണി മുതൽ 3:30 മണി വരെ ക്ലാസ്, കണ്ടിന്യൂസ് 6 മണിക്കൂർ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ തൊണ്ട പോയി, ശരീരോക്ഷീണമായി. അച്ഛനെ ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു പ്രസംഗം കഴിയുമ്പോൾ ഞാൻ പോരും. പക്ഷെ അച്ഛൻ പറഞ്ഞു, അച്ഛൻ പോകാൻ പറ്റില്ല, കാരണം വേറൊരാളില്ലേ, 3 പേർക്കുണ്ടായില്ല എങ്കിൽ ബുദ്ധിമുട്ടാണ്. അച്ഛൻ ആരെങ്കിലും വിളിക്കുമോ? 5 മണിയായപ്പോഴാണ് എന്നോട് പറയണേ. 6 മണിക്കാണ് പരിപാടി. പെട്ടെന്ന് വിളിച്ചാൽ ആരും വരില്ലേ, കാരണം എല്ലാവരും എൻഗേജ്ഡ് ആയിരിക്കും. ഞാനിപ്പോൾ എൻ്റെ കൊച്ചച്ഛനായിരുന്ന നിൻസനച്ചനോട് പറഞ്ഞു, ചിലരോട് ചോദിച്ചു, അവർക്കൊക്കെ എല്ലാം എൻഗേജ്ഡാണ്. പെട്ടെന്നൊരാളെ വിളിച്ചു, CMIക്ക് ആര്യൻ ആൻഡോ അച്ഛൻ. അച്ഛൻ കോളേജിൽ പഠിപ്പിക്കുകയാണ്, സ്കൂൾ കോളേജിൽ പഠിപ്പിക്കുകയാണ്. അച്ഛൻ ഒന്ന് വരുമോ? എന്താ അച്ഛാ കാര്യം? നമുക്കൊരു പ്രസംഗത്തിന് കുർബാനയ്ക്കൊന്ന് കൂടാനാണ്. ഞാൻ വന്ന് പ്രസംഗം പറഞ്ഞോളാം. ഞാൻ വരാച്ച, ഞാൻ തുറവൂര് നിൽക്കുകയാണ്, അവിടെ നിന്ന് വന്നോളാം. അത് 5:15 പറയണത് 6 മണിക്കൂടെ എത്തണം. അതുപോലെ തന്നെ ഈ അച്ഛനോടും ഇന്ന് ഇവിടെ വരാനായിട്ടൊക്കെ എല്ലാം പറഞ്ഞിരുന്നത് സിജു അച്ഛനാണ്. സിജു അച്ഛൻ വിളിച്ചു പറഞ്ഞു, അവിടെ ആൻ്റണി അറക്കലച്ഛൻ്റെയും ആൻ്റണി തൈവിട്ടിലച്ഛൻ്റെയൊക്കെ എല്ലാം പരിപാടി ഉണ്ടല്ലോ. പിന്നെ സാരമില്ല എന്ന് വെച്ചാൽ ആരെയാണാവോ ദൈവം അറേഞ്ച് ചെയ്യുന്നത് അവരെ വരുള്ളൂ. ആരെയാണാവോ ഈ ആൾത്താരയിലേക്ക് കുർബാന അർപ്പിക്കാൻ ദൈവം ഓർഗനൈസ് ചെയ്യുന്നത് അതേ വരുള്ളൂ. എനിക്ക് വലിയ ഇതൊന്നുമില്ല. കാനപ്പള്ളിച്ചനെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ വരും എന്ന് പറഞ്ഞു. ഈ 1 മണിക്കൂറിന് മുമ്പാണ്, 1.5 മണിക്കൂറോ 1 മണിക്കൂറിന് മുമ്പാണ് ആശാരി പറമ്പിൽ അച്ഛനോട് പറയണം, അച്ഛൻ ഒന്ന് വരുമോ? എത്ര മണിക്കാണ് സംഭവിച്ചാൽ? 10:30. ഞാൻ വന്നോളാം. ഒരു കാര്യവും പ്രീ പ്ലാൻഡ് അല്ല. നമ്മുടെ ബുദ്ധി കൊണ്ടുപോയി ഓരോ കാര്യങ്ങൾക്ക് എടുത്തു വെക്കരുത്. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം അങ്ങോട്ട് പോട്ടെ. പാട്ടുകാരനെയും ലൈവിൻ്റെ ആളുകളെയും ഭക്ഷണം പാകപ്പെടുത്താൻ വേണ്ടി വന്നവരെയും അതറിയാനായിട്ട് ഇന്നലെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ പക്ഷേ അവിടെ നമുക്ക് പ്രിയപ്പെട്ട ജേക്കപ്പേട്ടൻ ഇന്നലെ നിര്യാതനായി. ഇന്ന് 3 മണിക്ക് മൃതസംസ്കാരമാണ്. അപ്പോൾ അതുകൊണ്ട് ഹെലനും അതുപോലെ എല്ലാവരും ഒക്കെ അവിടെ തന്നെയാണ്. അപ്പോൾ സ്ത്രീകൾക്ക് പൊതുവെ വരാൻ പറ്റിയില്ല. എങ്കിൽ അതിരാവിലെ ഞാൻ കണി കാണുന്നത് കുഞ്ഞുഞ്ഞാമ്മയാണ്. ആ കുഞ്ഞുഞ്ഞാമ്മയുടെ വരവ് ഇവിടെ നടക്കാനായിട്ട് പോകുമ്പോഴാണ്. ഇന്ന് കുർബാന ഇല്ല. ഞാൻ പറഞ്ഞു കാലത്ത് കുർബാനക്കൊന്നുമല്ല, അവിടെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കണതാ. ഈ സമയത്ത് 5:30 മണിക്ക്, അതുപോലെ 7:30 മണിയാവും. നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാകും, നോക്കട്ടെ. എന്നിട്ട് എനിക്ക് മരിപ്പ് വീട്ടിൽ പോകാനുണ്ട്. എന്നോട് എന്തോ ശാഠ്യം പിടിക്കുന്ന പോലെയാണ്. ഒരാളെങ്കിലും വന്നല്ലോ. കുഞ്ഞുഞ്ഞാമ്മയും അതിനുശേഷം ലിസി ടീച്ചറുമാണ് 2 സ്ത്രീകളായിട്ട് അവിടെ ഞാൻ കണ്ടത്. പിന്നീട് കുറേ പേര് വരുന്നുണ്ടായിരുന്നു. സഹായിക്കാനായിട്ട് വരുമ്പോഴൊക്കെ എല്ലാം പുണ്യവാളനോട് ചേർന്ന് കുക്ക് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് കാര്യത്തിനും ഈ പള്ളിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരെ ആ പുണ്യവാളൻ ചേർന്ന് സഹായിക്കും. നമ്മൾ അവരോട് ചേർന്ന് നിന്നാൽ അവർ നമ്മോടും ചേർന്ന് വയ്ക്കും. എല്ലാവരും ഓർത്ത് നന്ദി പറയുകയാണ്. ഭക്ഷണം പാകപ്പെടുത്തുന്നവർ, കൈക്കാരന്മാർ, ഇതിന് വേണ്ടിയിട്ട് വലിയൊരു ഗണമൊന്നും ഉണ്ടാക്കിയില്ല. പാസ്റ്റർ കൗൺസിൽ അംഗങ്ങളോട് പറഞ്ഞു, നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ആൾക്കാർ. അതിന് സെക്രട്ടറി ആയിരിക്കുന്ന നമ്മുടെ ബേസിലെ പ്രത്യേകമായിട്ട് ബേസിലേട്ടൻ ഓടുകയായിരുന്നു. ഇത്ര കാലം വരെ ഇവിടെ കണി കാണാൻ കിട്ടാഞ്ഞതിൻ്റെ എല്ലാ കഷ്ടനഷ്ടങ്ങളും മാറ്റാൻ വേണ്ടി രാവിലെ മുതൽ രാത്രി വരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. എല്ലാവരെയും ഓർത്ത് ആരെയും ഞാൻ വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ
നമ്മുടെ ബെനഫാക്ടർമാരെ, എന്തെങ്കിലുമൊക്കെ സഹായിച്ചവരെ എല്ലാവരും ഓർത്ത് പ്രത്യേകം നന്ദി പറയുന്നു. ആൾട്ടർ ബോയ്സ് ഇന്ന് ക്ലാസ്സിൽ പോയിട്ടില്ല എന്ന് തോന്നണം അല്ലേ? ക്ലാസ്സിൽ പോകാതെയാണെങ്കിലും വന്നതിന് വളരെ നന്ദിയുണ്ട്. കാരണം ക്ലാസ്സിനേക്കാൾ വലുത് കർത്താവാണ് എന്ന് അവർക്ക് ആ ബോധ്യം കൊടുക്കാൻ മാതാപിതാക്കൾക്കായിട്ടുണ്ടല്ലോ. അതുതന്നെയാണ് ഏറ്റവും വലുത്. എന്തിനേക്കാൾ വലുത് കർത്താവാണ്. കർത്താവിനെ കഴിഞ്ഞിട്ട് മാത്രമേ ബാക്കിയുള്ളൂ. എന്തുമാത്രം വലുതായിട്ട് പഠിച്ചാലും കർത്താവില്ല എങ്കിൽ പഠിച്ചതെല്ലാം വെറുതെ ആവും. കാവൽക്കാർ ഉണ്ടെങ്കിലും കർത്താവ് കാക്കുന്നില്ല എങ്കിൽ ഭവനം ആരും കാക്കൂല. അതുകൊണ്ട് കർത്താവിന് പ്രാധാന്യം കൊടുക്കാൻ നിങ്ങൾ തയ്യാറെടുത്തതിന് വന്നതിന് ഒരുപാട് നന്ദി പറയുന്നു. തുടർന്ന് നൊവേനയും അതോടൊപ്പം തന്നെ ഒരു കേക്ക് മുറി ഇവരേതാണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അച്ഛന്മാർ രണ്ടുപേരും ഒരു കേക്ക് മുറിക്കുന്നുണ്ട്. കാരണം ഒരു പഞ്ചസാര രണ്ടിനും കഴിക്കാൻ പാടില്ല. ഒരാൾക്ക് കുഴപ്പമില്ലെന്ന്, ഞാനും ഉണ്ട് അതിനകത്ത്. അപ്പോൾ പഞ്ചസാര കഴിക്കാൻ പാടില്ല, നിങ്ങൾക്ക് പഞ്ചസാര തരുന്നതായിരിക്കും. ഭക്ഷണമൊക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം നമ്മളിൽ വർഷിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറയാം. ഇന്ന് ദൈവം നമുക്ക് നൽകിയ ഒരു പുണ്യസുദിനമാണ്. ഇംഗ്ലീഷിൽ എല്ലാവരും പറയുന്നത് സെയിൻറ്റ് ആൻ്റണീസ് ഡേ, വിശുദ്ധ അന്തോണീസിൻ്റെ സുദിനം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. പ്രത്യേകമായി തമ്പിയച്ഛന് എല്ലാവരുടെയും പേരിൽ നന്ദി പറയുകയും അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കൈകളെല്ലാം കൂപ്പിപ്പിടിച്ച് ദൈവത്തിന് നന്ദി പറയാം. നാഥൻ കനിഞ്ഞെന്നിൽ വർഷിച്ച നന്മകൾക്കെങ്ങനെ നന്ദിയേകും. നിത്യവും നിന്ദയ കാരുണ്യമോർത്തു ഞാൻ പാടി പുകഴ്ത്തിയിടുമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.